ഹലോ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്റർ ഒരു കവിതയാണ്. നമ്മുടെ രാജ്യത്തിനെ പറ്റി, നമ്മുടെ ഇന്ത്യയെ പറ്റി, ഭാരതത്തെ പറ്റിയുള്ള ഒരു കവിതയാണ്. ഹം അനേക് കിന്തു ഏക്. ഹം അനേക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ളതാണ്. കിന്തു ഏക് എന്നാൽ നമ്മൾ ഒന്നാണ്. നമ്മൾ പല രീതിയിൽ പല വിധത്തിലുള്ളവരാണെങ്കിലും നമ്മൾ എല്ലാവരും ഒന്നാണ്. ഈ ആനന്ദമയി കവിത ഒന്ന് വായിച്ചു നോക്കാം. हे कई प्रदेश के किंतु एक देश के विविध रूप रंग है भारत के अंग है भारतीय वेश एक हम अनेक किंतु एक. ഹേ കൈ പ്രദേശ് കെ. പ്രദേശ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യയിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ പല സ്റ്റേറ്റ്സിൽ നിന്നാണ്. കിന്തു ഏക് ദേശ് കെ എന്നാൽ എല്ലാരും ഒരു രാജ്യത്തിലുള്ള ആൾക്കാരാണ്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മള് ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഭാരതീയരാണ്. വിവിധ രൂപ രംഗ് ഹേ ഭാരത് കെ അംഗ് ഹേ. വിവിധ രൂപ രംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പല രീതിയിലും പല വിധത്തിലുമാണ് ആളുകൾ. പല ഭാഷകൾ സംസാരിക്കും, പല സ്ഥലങ്ങളിൽ താമസിക്കും, ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ്. എന്നാൽ ഭാരത് കെ അംഗ് ഹേ നമ്മൾ എല്ലാവരും ഭാരതത്തിന്റെ ഭാഗമാണ്. ഭാരതീയ വേഷ് ഏക് ഹം അനേക് കിന്തു ഏക്. ഇവിടെ ഭാരത് കി വേഷ് ഏക് എന്ന് പറഞ്ഞാൽ വേഷം അല്ലെങ്കിൽ വസ്ത്രം എന്നാണ്. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള വസ്ത്രമാണ് ശരിക്കും ഇടുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ പോയാലും എവിടെ എത്ര ദൂരം സഞ്ചരിച്ചാലും നിങ്ങൾ എവിടുന്നാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഐ എം ഫ്രം ഇന്ത്യ അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഭാരതീയരാണ്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഹം അനേക് നമ്മൾ പല വിധത്തിലുള്ളതാണ്. കിന്തു ഏക് പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. ബോലിയാം ഹസാർ ഹേ ടോലിയാം ഹസാർ ഹേ. ബോലിയാം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ്, ടോലിയാം എന്ന് പറഞ്ഞാൽ പല മതങ്ങളും ജാതിയും ഒക്കെയാണ്. അപ്പോൾ പല പല ഭാഷകളും പല പല സംസ്കാരങ്ങളുമാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉള്ളത്. കണ്ട് ബി അനേക് ഹേ രാഗ് ബി അനേക് ഹേ. കണ്ട് എന്ന് പറഞ്ഞാൽ കഴുത്താണ്. രാഗ് എന്ന് പറഞ്ഞാലോ ഓരോരുത്തരും പാടുന്ന രാഗം. ഓക്കെ. ഇതൊക്കെ ഒരു പൊയട്രിക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴുത്താണ്. അവരുടെ കഴുത്തിൽ നിന്നും വരുന്ന രാഗങ്ങളും ഡിഫറെന്റ് ആണ്. കിന്തു ഗീത് ബോൽ ഏക് ഹേ ഹം അനേക് കിന്തു ഏക്. കഴുത്ത് വേറെയാണ്, ഓരോരുത്തരുടെയും രാഗം വേറെയാണ്, പക്ഷെ എല്ലാവരുടെയും പാട്ട് ഒന്നാണ്. ഗീത് പോൽ എല്ലാരും പാടുന്ന പാട്ട് ഒന്നാണ്. അപ്പൊ നമ്മളെല്ലാരും അനേക് ഹേ കിന്തു ഏക് ഹേ. പല വിധത്തിലുള്ള ആൾക്കാരാണ്, എന്നാൽ നമ്മളെല്ലാരും ഒന്നാണ്. ഏക് മാതൃഭൂമി ഹേ ഏക് പിതൃഭൂമി ഹേ. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രത്യേകത എന്താണ്? നമ്മുടെ എല്ലാവരുടെയും മാതൃഭൂമി, നമ്മൾ ജനിച്ച നാട് അത് ഒന്ന് തന്നെയാണ്. പിതൃഭൂമി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ താമസിച്ച സ്ഥലവും ഇത് തന്നെയാണ്. ഏക് ഭാരതീയ ഹം ചൽ രഹേ മിലാക്കദം. എല്ലാ ഭാരതീയരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മിലാക്കദം ഒന്നിച്ച് മാർച്ച് ചെയ്ത് ലക്ഷ്യക്കെ സമക്ഷ് ഏക് ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ രാജ്യത്തിന് ഉയരത്തിലേക്ക് എത്തിക്കുക, നമ്മുടെ രാജ്യത്തിന് യശസ് ഉയർത്തുക, നമ്മുടെ രാജ്യത്തിന് അഭിമാനമാവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഭാരതത്തിലുള്ള ഓരോ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് മാർച്ച് ചെയ്ത് പോകുന്നത്. ഹം അനേക് കിന്തു ഏക്. നമ്മൾ പല വിധത്തിലുള്ളവരാണ്, എന്നാൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. ഇവിടെ വരികളിലൊക്കെ ഡയറക്റ്റ് മീനിങ് അല്ല, ചിലതൊക്കെ പോയട്രിക് ആയിട്ട് ഒന്നിനോട് വേറൊന്ന് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലെ ഉപമിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നല്ല ഈണത്തിൽ ഈ പാട്ട് പാടി നോക്കണം. ഇത് നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹത്തോടെയുള്ള ഒരു കവിതയാണ്. ഭയങ്കര പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഹം അനേക് കിന്തു ഏക്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കെ ലിയേ.
നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ കൂടെ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് വൺ, ആപ് കിസ് ദേശ് മേ രഹത്തെ ഹേ? നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ആപ്കാ പ്രദേശ് കോൺസാ ഹേ? നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്? നിങ്ങളൊക്കെ KVയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും ഉള്ള ആളുകൾ എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ കറക്റ്റ് ആണ്. ഓരോരുത്തരുടെയും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ രാജ്യം ഏതാണ്? അതെല്ലാവർക്കും സെയിം ആയിരിക്കും അല്ലേ? मैं भारत में रहती हूँ और मेरा प्रदेश കേരൾ है. നമ്മുടെ സ്ഥലമാണ് കേരള. അതുപോലെ വേറെ വേറെ സ്റ്റേറ്റ്സിലുള്ളവരൊക്കെ അവരുടെ സ്റ്റേറ്റ്സിന്റെ പേര് എഴുതും. आपके घर में कौन सी भाषा बोली जाती है? നിങ്ങളുടെ വീട്ടിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? ഏത് ഭാഷയാണെങ്കിലും അത് വേണം എഴുതാൻ. മജോറിറ്റി ഓഫ് ആൾക്കാര് മലയാളമായിരിക്കും സംസാരിക്കുന്നത് അല്ലേ കേരളത്തില്? मेरे घर में मलयालम भाषा बोली जाती है. आपके घर के आसपास के लोग कौन सी भाषा बोलते हैं? നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിലാണെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവരൊക്കെ മലയാളമായിരിക്കും സംസാരിക്കുക. എന്നാൽ നിങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മൈസൂരോ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലമാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജസും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീടിന്റെ അടുത്ത് മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയെ പറ്റി സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, മേരെ ഘർ കെ ആസ്പാസ് കെ ലോഗ് മലയാളം ബോൽത്തെ ഹേ और कुछ तमिल हिंदी या अंग्रेजी भी बोलते हैं. കുറച്ചു പേര് തമിഴ്, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാറുണ്ട്. സബി പ്രദേശ് അലഗ് ഹെ. എല്ലാ സ്റ്റേറ്റ്സും ഡിഫറെന്റ് ആണ്. ലേക്കിൻ സബ്കാ ദേശ് ഏക് ഹെ. പക്ഷെ എല്ലാവരുടെയും രാജ്യം ഒന്നാണ്. ആപ്കെ മിത്രോം കി ടോലി മേ കോൺ കോൺ ഹെ? നിങ്ങളുടെ ഫ്രണ്ട്സില് ആരൊക്കെ ഉണ്ട്? ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ളവരുണ്ട്? എത്ര പേരുണ്ട് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. മേരെ ദോസ്തോം കെ ടോലി മേ തമിഴ്നാടു, കർണാടക और കേരൾ കെ ലോഗ് ഹേ. എല്ലാവർക്കും ഇത് തന്നെ ആവണമെന്നില്ല. ഓരോരുത്തരും അവരുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ നിന്നാണ് ഉള്ളതെന്ന് മെൻഷൻ ചെയ്യാം. सोचिए और लिखिए. हम अनेक है किंतु एक है. ഉദാഹരണം ദേക്കർ ഇസ് ബാത് കോ സംജായിയേ. കവിതയുടെ ഹെഡിങ്ങും കവിതയിൽ പല സ്ഥലത്തും വരുന്നതുമായ ഒരു ലൈൻ ആണല്ലേ ഇത്. ഹം അനേക് ഹേ കിന്തു ഏക് ഹേ. നമ്മൾ പല വിധത്തിലാണ്, എന്നാൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. അതിന് ഒരു എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ ചെയ്യാം? ഭാരത് മേ അലഗ് അലഗ് രാജ്യ. ഭാരതത്തിൽ അലഗ് അലഗ് രാജ്യം എന്ന് പറഞ്ഞാൽ പല പല സ്റ്റേറ്റ്സ് ഉണ്ട്. ഭാഷായേ, ഭാഷയുണ്ട്. ഓർ ധർമ്മ ഹേ, സംസ്കാരങ്ങളും ഉണ്ട്. ജैसे എക്സാമ്പിൾസ് ആണ്. രാജ്യ ഓർ ഭാഷായേ. തമിഴ്നാടു ഒരു സ്റ്റേറ്റ് ആണ്, അവിടെ സംസാരിക്കുന്ന ഭാഷയാണ് തമിഴ്. കേരൾ മലയാളം. പഞ്ചാബ് പഞ്ചാബി. വേറെ പല സ്റ്റേറ്റ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് കൊടുക്കാം. ധർമ്മ, ഇപ്പൊ ഇവിടെ പല പല മതങ്ങളെ പറ്റി പറയാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഈസായി, സിഖ്, ജൈന്, അങ്ങനെ പല പല മതങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇസ്കെ ബാവജൂദ് ഭി ഹം ഏക് സാത്ത് മിൽക്കർ രഹത്തെ ഹേ. നമ്മുടെ ചുറ്റുവട്ടത്തും പല പല ഭാഷകളും പല പല ജാതി മതത്തിലുള്ള ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്താണ് ജീവിക്കുന്നത്. कविता में भारत के विविध रूप रंग के बारे में बताया गया है. विविध रूप रंग का क्या अर्थ है? रूप रंग എന്ന് പറഞ്ഞാൽ इसका अर्थ है हमारे देश में बहुत सारी भाषाएं बोली जाती है. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ലോഗ് അലഗ് അലഗ് രീതി റിവാജ് മനാത്തെ ഹേ. ഓരോന്നും പല പല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെയാണ് വിവിധ് രൂപ് രംഗ് എന്ന വാക്കിന്റെ അർത്ഥം. ചൽ രഹേ മിലാ കദം. ഇസ് പങ്ക്തി മേ കിൻ കെ കദം മിലാക്കർ ചൽനെ കി ബാത് കഹി ഗയി ഹേ. ഈ ലാസ്റ്റ് ലൈനിൽ ആരുടെ
കദം മിലാക്കർ മാർച്ച് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. ആരോടാണ് പറഞ്ഞത്? ഭാരത് കെ ലോഗോं को കദം മിലാക്കർ ചലനെ को കഹാ ജാ രഹാ ഹൈ. ഭാരതത്തിലെ ജനങ്ങളോടാണ് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങള് കൈകോർത്ത് ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മാർച്ച് ചെയ്ത് പോകണം. शब्दों का खेल. कविता से समान ध्वनि वाले शब्द छांट कर लिखिए. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളുടെ റൈമിംഗ് വേർഡ്സ് കവിതയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കില്ലേ? പ്രദേശ്, ദേശ്. പ്രദേശ് അതേപോലെയുള്ള വേർഡാണ് ദേശ്. രണ്ടും റൈമിംഗ് വേർഡാണ് അല്ലേ? ഇനി ഹം കദം, ഹം കദം. രംഗ് അംഗ്, ബോലിയാം ടോലിയാം. സമാൻ ധ്വനി വാലെ കുച്ച് ശബ്ദ് അപ്നെ മൻ സെ ലിഖിയേ. നേരത്തെ കവിതയിൽ നിന്ന് കണ്ടുപിടിക്കണമായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാം. ബോലി, ടോലി, ഡോലി, റോലി, മോലി, ഇതൊക്കെ ഇതിന്റെ റൈമിംഗ് വേർഡ്സ് ആണല്ലേ? അതുപോലെ ഏക്, ദേഖ്, സേഖ്, ടേക്ക്, രേഖ്. രാഗ്, ഭാഗ്, ലാഗ്, ജാഗ്, ത്യാഗ്. ഭൂമി ശബ്ദ് ജോഡ്കർ നയേ ശബ്ദ് ബനായേ. ഇതില് ഭൂമി എന്നൊരു സെൻട്രൽ വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ പല പല വേർഡ്സും ആഡ് ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് വൺ രണഭൂമി. रण ആഡ് ചെയ്തു. രണഭൂമി. രണഭൂമി എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിക്കാണ് രണഭൂമി എന്ന് പറയുന്നത്. പിതൃഭൂമി. പിതൃഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ജീവിച്ച സ്ഥലത്തിനാണ് പിതൃഭൂമി എന്ന് പറയുന്നത്. മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ജനിച്ചത് അതാണ് നമ്മുടെ മാതൃഭൂമി. ഇതേപോലെ 2-3 വേർഡ്സും കൂടി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. യുദ്ധഭൂമി, രണഭൂമി സെയിം മീനിങ് ആണ്, വേറെ വേർഡ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, യുദ്ധഭൂമി. പവിത്ര ഭൂമി, ഭയങ്കര സാക്രഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പവിത്രമായിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ പവിത്ര ഭൂമി എന്നാണ് പറയുന്നത്. समझिए और लिखिए. കവിത की पंक्तियां पूरी कीजिए. കവിത അതുപോലെ കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് സെന്റൻസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ കവിത നോക്കി ഇതിൽ ഫില്ല് ചെയ്യാം. है कई प्रदेश के किंतु एक देश के, विविध रूप रंग है भारत के अंग है, भारतीय वेश एक हम अनेक किंतु एक. ഇതുപോലെ ബാക്കി ലൈൻസും നിങ്ങൾ കവിതയിൽ നോക്കി കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. സഹി അർത്ഥ് കി ജോഡി ബനാക്കർ ലിഖിയേ. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിന്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. പക്ഷെ അത് ഡിഫറെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നിങ്ങൾ മാച്ച് ചെയ്യാം. ഫസ്റ്റ് കണ്ട്. കണ്ട് എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അർത്ഥം. ഗല, ഗല കഴുത്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ നേരെ എഴുതാം. കണ്ട് ഗല. പെഹനാവ, വേഷഭൂഷ്. പെഹനാവ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക. ഡിഫറെന്റ് വേഷഭൂഷാദികൾ എന്ന് മലയാളത്തിൽ പറയും. വിവിധ്, കൈ പ്രകാരക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള, അതിനാണ് വിവിധ് എന്ന് പറയുന്നത്. സമക്ഷ്, സാമ്നെ. സമക്ഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത്, അതിൻ്റെ ആ ഒരു സ്ഥലത്ത് എന്നൊക്കെയാണ് അർത്ഥം. സഹി अर्थ वाले वाक्य पर सही का चिन्ह लगाइए. भारतीय वेश एक का अर्थ है भारतीय वेश एक സബി ഭാരതീയോങ്ക ഏക് ഹി പെഹനാവ ഹേ. ഭാരതത്തിലുള്ള എല്ലാവരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്നാണോ അതിന്റെ അർത്ഥം? കവിത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വാക്കുകൊണ്ട് അതാണ് അർത്ഥമെങ്കിലും അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ്? ഭാരത് മേ അനേക പ്രകാർ കി വേഷഭൂഷ ഹേ ലേക്കിൻ സബി ഭാരതീയ ഏക് ഹേ. പല രീതിയിലുള്ള ഡ്രസ് ഉണ്ടെങ്കിലും പല രീതിയിലുള്ള വേഷഭൂഷാദികൾ ഉണ്ടെങ്കിലും ഭാരതത്തിലെ എല്ലാവരും ഒന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ രണ്ടാമത്തേതാണ് കറക്റ്റ്.
ബോലിയാം ഹസാർ. ഹസാർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് 1000 എന്നാണ്. അപ്പൊ ബോലിയാം ഹസാർ എന്ന് പറഞ്ഞാൽ ഭാഷകൾ 1000 അല്ലെങ്കിൽ 1000 ഉണ്ടെന്നാണോ? ഹസാർ കാ അർത്ഥ ഹേ ബഹുത് സാരി ബോലിയാം ഹേ, ഹസാർ ബോലിയാം ഹേ. അതായത് വളരെയധികം ഭാഷകൾ ഉണ്ടെന്നാണോ അതോ കറക്റ്റ് 1000 ഭാഷകൾ ഉണ്ടെന്നാണോ? അപ്പൊ 1000 എന്നാണ് എഴുതിയതെങ്കിലും അതിന്റെ കൃത്യമായ അർത്ഥം ബഹുത് സാരി ബോലിയാ ഹേ, വളരെയധികം ഭാഷകളുണ്ട്. പഠിയേ और जानिए. मेरा नाम अधोई भी है. मैं मणिपुर में रहती हूँ. मुझे खाने में എരോംബ ബഹുത് പസന്ദ് ഹേ. ഇവിടെ മണിപ്പൂരിൽ നിന്നുള്ള ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ മണിപ്പൂരിലുള്ള ആളുകൾ വസ്ത്രം ധരിക്കും പോലെയാണ് ഈ ഒരു കുട്ടിക്ക് വസ്ത്രം ധരിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണത്തില് ഏറ്റവും ഫേമസ് ആയ ഭക്ഷണത്തിന്റെ പേരാണ് എരോംബ. അപ്പൊ എന്താ പറയുന്നത്? ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഐ എം ഗിവിംഗ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. My name is Athoy B. I live in Manipur. I love eating eromba. അവരുടെ സ്പെഷ്യൽ ഫുഡിന്റെ പേരാണ് എരോംബ. അപ്പൊ അടുത്ത ആള് വേറെ രീതിയിലുള്ള വേഷവിധാനത്തിലാണ് വന്നിരിക്കുന്നത്. അയാൾ എവിടുന്നാ നോക്കണ്ടേ? മേരാ നാം ഗുർപ്രീത് ഹേ. മേ അമൃത്സർ കാ രഹനെ വാലാ ഹൂം. മേ ബോൽ നഹി സക്താ. ഗുർപ്രീത് എന്നാണല്ലേ ഇയാളുടെ പേര്. ഇയാൾ എവിടുന്നാണ്? അമൃത്സർ. അമൃത്സർ എവിടെയാണ്? പഞ്ചാബ്. മേ ബോൽ നഹി സക്താ. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മേ സങ്കേത് ഭാഷ മേ ബാത് കർത്താ ഹൂ. ഞാൻ ആംഗ്യ ഭാഷയിൽ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഖാനെ മേ മുझे മക്കേ കി റൊട്ടി और सरसों का साग പസന്ദ് ഹേ. മക്കേ കി റൊട്ടി എന്ന് പറഞ്ഞാൽ കോണിന്റെ ചപ്പാത്തിയാണ്. और सरसों का साग എന്ന് പറഞ്ഞാൽ കടുക് കൊണ്ടുള്ള ഡിഷാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാം? My name is Gurpreet. I'm from Amritsar. I cannot speak and I communicate using sign language. I love eating makki ki roti and sarson ka saag. Similarly, അടുത്ത ആളുടെ വേഷം കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂ ഇയാൾ എവിടുന്നാണെന്ന്? मेरा नाम पूर्वा है. मैं महाराष्ट्र की रहने वाली हूँ. मैं मराठी ഭാഷ बोलती हूँ. മഹാരാഷ്ട്രയില് സംസാരിക്കുന്ന ഭാഷയാണ് മറാഠി. ഗാനെ മേ മുझे പൂരം പോളി പസന്ദ് ഹേ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പൂർവ. ഐ എം ഫ്രം മഹാരാഷ്ട്ര. ഐ സ്പീക്ക് മറാത്തി. ഐ ലവ് ഈറ്റിംഗ് പൂരം പോളി. ഇത് കണ്ടോ, ഇതാണ് പൂരം പോളി. मेरा नाम वेंकट है. मैं तमिलनाडु का रहने वाला हूँ. मैं तमिल भाषा बोलता हूँ. खाने में मुझे इडली सांबार पसंद है. My name is Venkat. I'm from Tamil Nadu. I speak Tamil. I love eating idli sambar. नाम मेरा हंसा है. मैं गुजरात की रहने वाली हूँ. मुझे गरबा डांडिया नृत्य बहुत पसंद है. ഇവിടെ ഗുജറാത്തിൽ നിന്നുള്ള ഹൻസ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡാൻസ് രൂപമാണ് ഗർബ ഡണ്ടിയ. मुझे गाने में ढोकला घांडवी पसंद है. My name is Hansa. I'm from Gujarat. I love the Garba and Dandiya. I love eating dhokla and khandvi. मैं यास्मीन हूँ. मैं लक्षद्वीप की रहने वाली हूँ. അതൊരു ദ്വീപാണെങ്കിലും അത് ഇന്ത്യയുടെ ഭാഗമാണ്. മുझे കദലക്ക മിഠായി ബഹുത് പസന്ദ് ഹെ. അവൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റിന്റെ പേരാണ് കദലക്ക മിഠായി. My name is Yasmin. I am from Lakshadweep. I like കദലക്ക മിഠായി. ചിത്ര ആധാരിത് പ്രശ്നം. ഇപ്പൊ നമ്മൾ കണ്ട ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മണിപ്പൂർ കി അധോയ് ബി കോ ഖാനെ മേ ക്യാ പസന്ദ് ഹേ. മണിപ്പൂരിലുള്ള അധോയ്ബിക്ക് എന്ത് ഫുഡായിരുന്നു ഇഷ്ടം? എരോംബ. മഹാരാഷ്ട്ര കി പൂർവ കോൺസി ഭാഷ ബോൽത്തി ഹേ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പൂർവ ഏത് ഭാഷയായിരുന്നു സംസാരിക്കുന്നത്? മറാഠി. തമിഴ്നാടു കെ വെങ്കട് കോ ഖാനെ മേ ക്യാ പസന്ദ് ഹേ. വെങ്കടിന് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു? ഇഡ്ലി സാമ്പാർ. ഗുജറാത്ത് കി ഹൻസ കോ കോൺസ നൃത്യ പസന്ദ് ഹേ. ഗുജറാത്തിൽ നിന്നുള്ള ഹൻസയ്ക്ക് ഏതായിരുന്നു ഡാൻസ് ഇഷ്ടമുണ്ടായിരുന്നത്? ഗർബ ആർ
डांडिया। पता कीजिए, आप अपने प्रदेश के आसपास के 3-4 प्रदेशों की भाषा, खान पान, वेशभूष, तीज त्योहारों के बारे में पता कीजिए और साथियों के साथ ചർച്ച कीजिए. നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റ്സിന്റെ അടുത്തടുത്തുള്ള 3-4 സ്റ്റേറ്റ്സിലുള്ള ഭാഷ, അവരുടെ ആഘോഷങ്ങള്, അവരുടെ ഭക്ഷണ രീതികള് ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. തമിഴ്നാടു, കേരളത്തിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആണല്ലേ തമിഴ്നാടു. അവിടെയുള്ള ഭാഷ തമിഴാണ്. ഖാൻ പാൻ ഇഡ്ലി, സാമ്പാർ, ദോശ, പൊങ്കൽ അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണമാണ്. വേഷഭൂഷ, അവരുടെ കോമൺ ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെയാ? മഹിളായേ സാഡി ഓർ പുരുഷ് വേഷ്ടി പെഹൻതേ ഹേ. വേഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ മുണ്ട് ധരിക്കുന്നത് പോലെ തന്നെ. ത്യോഹാർ, അവിടെയുള്ള സ്പെഷ്യൽ ആഘോഷങ്ങളാണ് പൊങ്കൽ, തമിഴ് നവവർഷം. ഇനി കർണാടക, ഭാഷ കന്നഡ, ഖാൻ പാൻ ബിസിബില്ലെബാദ്, റവ ഇഡ്ലി, മൈസൂർ പാക്ക്, ഇതൊക്കെ അവരുടെ സ്പെഷ്യൽ ഡിഷസ് ആണ്. ഇവിടെയും മഹിളായേ സാരി ഓർ പുരുഷ് ധോത്തി കുർത്ത പെഹൻതേ ഹേ. അവിടുത്തെ മെയിൻ ത്യോഹാർ എന്തൊക്കെയാണ്? ദശഹര, ഉഗാദി. ആന്ധ്രാപ്രദേശ്, അവിടുത്തെ ഭാഷ തെലുഗു, ഖാൻ പാൻ പുലിയോഹര, ഗോങ്കൂര പച്ചടി, പെസരട്ടു. വേഷഭൂഷ മഹിളായേ സാരി ഓർ പുരുഷ് ധോത്തി കുർത്ത പെഹൻതേ ഹേ. സൗത്തിലൊക്കെ കൂടുതലും ആളുകള് പുരുഷന്മാര് മുണ്ടും ഷർട്ടുമാണ് ധരിക്കുന്നത്. ത്യോഹാർ, സംക്രാന്തി, ഉഗാദി ഒക്കെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള 3-4 സ്റ്റേറ്റ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എഴുതുക. ഇനിയൊരു പാട്രിയോട്ടിക് സോങ് ആണ്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൽ പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഈ പാട്ട് അറിയുമായിരിക്കും. എന്താണ് ഇതിന്റെ മീനിങ്? ഹിന്ദ് ദേശ് കെ നിവാസി സബി ജൻ ഏക് ഹേ, രംഗ് രൂപ വേഷഭാഷ ചാഹേ അനേക് ഹേ. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഭാഷയും വേഷവും രൂപവും എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആണെങ്കിലും ഹിന്ദ് ദേശ് അതായത് ഇന്ത്യയിലെ നിവാസി എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാരും ഒന്നാണ്. ബേല, ഗുലാബ്, ജൂഹി, ചമ്പ, ചമേലി പലതരത്തിലുള്ള പൂക്കളാണ്. പ്യാരെ പ്യാരെ ഫൂൽ ഗൂന്ദേ മാലാമെ ഏക് ഹേ. പല പല പൂവുകൾ എല്ലാം കൂടി ചേർന്നുണ്ടാകുന്നത് ഒറ്റ മാലയാണ്. കോയൽ കി കൂക്ക് ന്യാരി, പപീതേ കി ഢേൽ ന്യാരി, ഖാ രഹി തരാന ബുൽബുൽ രാഗ് മഗർ ഏക് ഹേ. പല പല പക്ഷികൾ, എല്ലാത്തിന്റെയും ശബ്ദം പ്രത്യേകം പ്രത്യേകം മധുരമാണ്. പക്ഷെ എല്ലാരും ഒരേപോലെയുള്ള രാഗമാണ് പാടുന്നത്. അവരുടെ പാട്ടൊക്കെ ഒരേപോലെയാണ്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി പല പല നദികളാണ്. ജാക്കെ മിലി സാഗർ മേ ഹുയി സബ് ഏക് ഹേ. പല സ്ഥലത്തും സ്റ്റാർട്ടായി അവസാനം അവർ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഒരു കടലിലാണ്. അതായത് ഒന്ന് ചേർന്ന് അവർ കടലിലാണ് എത്തിച്ചേരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? എങ്ങനെയാണ് അവർ ഉപമിച്ചിരിക്കുന്നത്? പല പല രീതികളും ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആളുകള് എല്ലാരും ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഹിന്ദിയിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിച്ച് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा चाहे अनेक है. बेला, गुलाब, जूही, चंपा, चमेली, बेला, गुलाब, जूही, चंपा, चमेली, प्यारे प्यारे फूल गूथे माला में एक है. प्यारे प्यारे फूल गूथे माला में एक है. कोयल की कूक न्यारी, पपी है कि ढेर प्यारी. कोयल की कूक न्यारी, पपी है कि ढेर प्यारी. गा रही तराना बुलबुल, राग मगर एक
जाके मिल गई सागर में, हुई सब एक है। जाके मिल गई सागर में, हुई सब एक है। हिंद देश के निवासी सभी जन एक है। रंग रूप वेश भाषा चाहे अनेक है।